നമസ്കാരം. നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാലും അതിലൊരു 10% ചോദ്യങ്ങളെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അല്പം വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഒന്നായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്യുന്നത് ഒരു പതിവാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും കുറേയധികം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചില പോയിൻ്റുകൾ മാത്രം നമ്മൾ ഓർത്തിരിക്കുകയും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യുകയും ചെയ്താൽ ഇത് ഈസി ആയിട്ട് നമുക്കൊരു 10% മാർക്ക് കളയാതെ നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള ചില പോയിൻ്റുകൾ മാത്രം നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടായാൽ മാത്രം മതി. ഒന്നാമത്തത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും നീളത്തിലുള്ളതും ഒരു എഴുതപ്പെട്ടിട്ടുള്ളതുമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ്സ് എ സിംഗിൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു നമ്പർ 1 പോയിൻ്റാണ്. പിന്നെ ഇന്ത്യയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അസംബ്ലി രൂപീകരിച്ചിരുന്നു. അത് 1946 ഓക്കെ. പിന്നെ നമ്മളുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത്, അതായത് 1950 അഡോപ്റ്റ് ചെയ്ത സമയത്ത് ഇതിൽ 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂൾസ് എന്നിവ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ലോകത്തിലെ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം USA ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ആർട്ടിക്കിളാണുള്ളത്. ചൈനയാണെങ്കിൽ 138 ആർട്ടിക്കിളാണുള്ളത്. ജപ്പാൻ 103 ആർട്ടിക്കിളേ ഉള്ളൂ. കാനഡയിൽ 107 ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഇതിനേക്കാളെല്ലാം കൂടുതൽ എണ്ണം ആർട്ടിക്കിളുകളും ഷെഡ്യൂൾസും എല്ലാമുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 പോയിൻ്റുകൾ. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളിലെയും ഭരണഘടനയുടെ നല്ല ഭാഗങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പല രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് എന്തെല്ലാം എടുത്തു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇത് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അമേരിക്കയിൽ നിന്ന് എന്തെല്ലാം, അതായത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്തത്. ഒന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന ആശയം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം നമ്മൾ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള ഓപ്ഷൻ, അതായത് നമ്മൾ അപ്പീൽ കൊടുക്കാനും മറ്റുമുള്ള ഓപ്ഷൻസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടത് ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഈ ജനകീയ സഭയ്ക്ക് കൊടുത്തത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഉള്ളത് കണ്ടിട്ട് നമ്മൾ എഴുതി ചേർത്തതാണ്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിനെ അയാൾ മോശക്കാരനാണെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള അധികാരം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ആ USA കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫീച്ചർ കണ്ടിട്ടാണ്. അതുപോലെ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു പോസ്റ്റുണ്ട്. ആ വൈസ് പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ ഒരു വൈസ് പ്രസിഡൻ്റ് പോസ്റ്റ് വെക്കാൻ കാരണം USA കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ഈ പോയിൻ്റുകൾ നമ്മൾ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ്. ഇനി അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും നമ്മൾ കുറേയധികം ഫീച്ചേഴ്സ് കടമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസിയായുള്ള ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഇത് നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ്. ദാറ്റ് മീൻസ് അയർലൻഡിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫീച്ചർ അതുപോലെ അഡോപ്റ്റ് ചെയ്തതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, രാജ്യസഭയിലെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ ഇലക്ടറൽ ഓഫീസ്, അതുപോലെ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, ഇതെല്ലാം നമ്മൾ അയർലൻഡിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്.
ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും നമ്മളൊരു കാര്യം കടമെടുത്തിട്ടുണ്ട്. ആ ജർമ്മനിയിൽ നിന്നെടുത്ത ഫീച്ചറാണ് എമർജൻസി പ്രൊവിഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിരിക്കുന്ന എമർജൻസി പ്രൊവിഷൻ, ദാറ്റ് ഈസ് ഫ്രം ജർമ്മനി. നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഈ ലെജിസ്ലേറ്റീവ് പവർ സെൻറ്ററിനും സ്റ്റേറ്റിനും, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ, കേരള സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ, ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് ഈ ലെജിസ്ലേറ്റീവ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി വി ഹാവ് അഡോപ്റ്റഡ് ദാറ്റ് ഫീച്ചർ ഫ്രം കാനഡ. കാനഡയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ആ ഫീച്ചർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫീച്ചറുകൾ കടമെടുത്തിരിക്കുന്നൊരു രാജ്യം UK തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ പാർലമെൻ്ററി ഫോം എടുത്തത്. പാർലമെൻറ്റിൻ്റെ ആ ഫോം ഏത് രീതിയിലായിരിക്കണം, അതുപോലെ റൂൾ ഓഫ് ലോ എങ്ങനെയായിരിക്കണം, ലെജിസ്ലേഷൻ എങ്ങനെയായിരിക്കണം, അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ കാര്യം, അതുപോലെ ബൈക്യാമലറിസം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ UKയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫീച്ചേഴ്സിൽ നിന്ന് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും കൂടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ആണ്. അപ്പോൾ ഈ പോയിൻറ്റുകളൊക്കെ ക്വസ്റ്റ്യൻസായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ റൂൾ ഓഫ് ലോ ഈസ് ഫ്രം കാനഡ, ജർമ്മനി, USA, UK, ഇങ്ങനെ 3-4 ഓപ്ഷൻസ് തരും. അതിൽ നമ്മൾ പറയുമ്പോൾ UK ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് പറഞ്ഞാൽ നമ്മൾ റഷ്യൻ റവല്യൂഷൻസിൽ നിന്ന് പ്രധാനമായിട്ട് കടം കൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് തുല്യനീതി, സോഷ്യൽ ജസ്റ്റിസ്, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരുപോലെ, എക്കണോമിക്കൽ ഐഡിയൽസ്, അതുപോലെ പൊളിറ്റിക്കൽ ഐഡിയൽസ്, ഇതെല്ലാം നമ്മൾ റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. വി ഹാവ് ഓൾസോ അഡാപ്റ്റഡ് സം ഫീച്ചേഴ്സ് ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ ആൾസോ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും നമ്മൾ കുറേ ഫീച്ചേഴ്സ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതൊക്കെയാണ് ഈ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 തത്വങ്ങൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇവയുടെ ഐഡിയൽസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇത് നമുക്ക് കിട്ടിയത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. ഇതുപോലെ തന്നെ നമ്മളെ നേരത്തെ ഭരിച്ചിരുന്ന രാജ്യം, അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ, ആ രാജ്യം നമ്മളെ ഭരിച്ചിരുന്ന കാലത്ത് 1935 അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തിലെ കുറേ ഫീച്ചേഴ്സും അത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1935 ബ്രിട്ടൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർത്ത ഫീച്ചേഴ്സ് എന്തെല്ലാം? നമ്പർ 1 ഫെഡറൽ സ്കീം, അങ്ങനെയാണ് വന്നത്. നമ്പർ 2 ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണറുടെ ഓഫീസ് അറിയാമല്ലോ, ഓരോ സംസ്ഥാനത്തും ഗവർണറുടെ ഓഫീസ്. അടുത്തത് ജുഡീഷ്യറി വന്നത് അവിടെ നിന്നാണ്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇപ്പോൾ നമുക്ക് UPSC ഉണ്ട്, ഓരോ സ്റ്റേറ്റുകളിൽ പ്രത്യേകം ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസുകളുണ്ട്. ഇവയെല്ലാം വന്നത് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിന്നാണ്. അത് ക്രിയേറ്റ് ചെയ്ത ബ്രിട്ടൻ ആയിരുന്നു. അവരിൽ നിന്ന് നമ്മളും അതിലെഴുതി ചേർത്തു. അതുപോലെ എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിന്ന്, ഗവർണറിൽ നിന്ന് കളക്ടറിലേക്ക്, കളക്ടറിൽ നിന്ന് തഹസിൽദാർമാരിലേക്ക്, അതുപോലെ തഹസിൽദാർമാരിൽ നിന്ന് ഓരോ പഞ്ചായത്ത് ലെവൽ സെക്രട്ടറിമാരിലേക്ക് വരെയൊക്കെ എത്തുന്ന രീതിയിലുള്ള ആ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ഓരോ സംസ്ഥാനത്തെയും ചീഫ് സെക്രട്ടറിയുടെ റോൾ എന്ത്, ഒരു തഹസിൽദാരുടെ റോൾ എന്ത്, ഒരു വില്ലേജ് ഓഫീസറുടെ റോൾ എന്ത്, ഒരു കളക്ടറുടെ റോൾ എന്ത്, അങ്ങനെ ഓരോരോ വകുപ്പിൻ്റെയും സെക്രട്ടറിമാരുടെയും ഓരോരുത്തരുടെ റോളിനെ കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മെയ്ഡ് ബൈ ബ്രിട്ടൻ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ കടമെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ വേണമെങ്കിലും അമെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ
കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫീച്ചറായത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊവിഷൻ നമുക്കുള്ളത് കൊണ്ടാണ് പല കാലഹരണപ്പെട്ട നിയമങ്ങളും മാറ്റി പുതിയവ എഴുതാൻ നമുക്കിന്ന് സാധിക്കുന്നത്. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കടമെടുത്തിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് ഒരു സമയം കേന്ദ്രത്തിനും അതുപോലെ സംസ്ഥാനത്തിനും ബാധകമായ ഒന്നാണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ്. അത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ആ ഫീച്ചർ കടമെടുത്തിരിക്കുന്നത്.